കുറച്ചുകൂടെ ഉറങ്ങട്ടെന്ന്. മര്യാദ ചിരി കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മുത്തേ. അയ്യോടാ പാവം, അവിടെ ഒരു മുത്തല്ല പോത്ത, അലാറല്ല നെറുകന്തിൽ എടുത്തി വീണാലും ഈ മനുഷ്യനുണരുവോ? ദേ മനുഷ്യ, ഓഫീസിലോട്ടൊന്നും പോകണ്ടായോ? ഓ കിടക്കുന്ന കിടപ്പുണ്ടെങ്കിൽ മനുഷ്യ പോണോ? ഓ ഇങ്ങനൊരു കുഴിമണി ആർക്കായാലും ശമ്പളം കിട്ടുന്ന ദിവസമെങ്കിലും ഓഫീസിൽ പോകാൻ ഉത്സാഹം ഉണ്ടാവും. ഓ ഇങ്ങനൊരു ജന്മം. കേട്ടില്ലേ നിങ്ങളെ ഞാൻ വിളിക്കുന്നത്? പിന്നല്ലാതെ. അയ്യോ, പണ്ടൊക്കെ കൊച്ചു വെളുപ്പാൻ കാലത്ത് കാക്കകളുടെ കകകാരവം കേട്ടാണ് ഉണരാറുള്ളത്. ഇപ്പൊ ഇതുങ്ങളായി വേസ്റ്റ് പോലും ദുശകനം. സരസുവേ, ഉച്ചയൂണിന് എന്തുവാ സ്പെഷ്യല്? കൂർക്കത്തോരൻ. കൂർക്ക കഴിക്കണോണ്ടാവോ ഓഫീസിലെത്തി ഫയല് തുറന്ന് അപ്പ കൂർക്കം വലിയും തുടങ്ങും. എറണാകുളത്ത് നിന്നും അച്ഛൻ ഉറങ്ങാൻ വേണ്ടി മാത്രം സെക്രട്ടേറിയറ്റിൽ പോവാണെന്നാ കോളനിയിൽ എല്ലാരും പറയുന്നത്. ഓ പിന്നെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞ നിന്റെ അമ്മയുടെ ഇലക്ട്രിസിറ്റി പോലൊന്നും അല്ല. കാലത്ത് ഇന്റർസിറ്റി വിളിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോ മണി 11 ആകും. പിന്നെ അവിടുന്ന് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോ ലഞ്ചിനുള്ള സമയവും ഊണ് കഴിഞ്ഞ് കൂർക്കവും വലിച്ച് ഉറങ്ങി ഉണരുമ്പോഴേക്കും തിരിച്ചുള്ള ഇന്റർസിറ്റിക്ക് സമയവും. പിന്നെ ഗവൺമെന്റ് എന്ത് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നാലും ഇതുപോലുള്ള പഞ്ചർ കേസൊന്നും നേരെയാവില്ലല്ലോ. മെഡിസിൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉറങ്ങിയിട്ട് മരുന്ന് കഴിക്കാൻ മറന്നു പറഞ്ഞേക്കും. ട്രെയിനിനുള്ള സമയമായി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഉറങ്ങാൻ പോകുന്നോട് ഗുഡ് നൈറ്റ് എന്നല്ലാതെ ഗുഡ് മോർണിംഗ് എന്നാണ് മനുഷ്യ പറയുന്നത്. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു മനുഷ്യൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അല്ല, ബോബച്ചൻ ഗൾഫ് മതിയാക്കി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്ന ഈ ലീവിന് മറ്റു മെനക്കെടുന്ന സമയത്ത് ആ നക്കാപ്പിച്ച സർക്കാർ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുകയും ചെയ്യും. എടോ, മരണപ്പായയില് പെൻഷൻ കിട്ടുന്ന വകുപ്പാ ഗവൺമെന്റ് ഉദ്യോഗം. ഇനി വല്ല സാമ്പത്തിക മാധ്യമം കൊണ്ട് ഗൾഫിൽ നിന്നെങ്ങാനും പോരേണ്ടി വന്നാലും ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അല്ല, ബോബിച്ചൻ ലീവ് എടുത്താ ഗൾഫിൽ പോണത്, ഇയാളോ ലീവ് പോലും എടുക്കാതെയാ സീരിയൽ അഭിനയം. അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സർക്കാർ സർവീസിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ചരിത്ര കഥയാ. 400 എപ്പിസോഡ് കഴിഞ്ഞു. ഗ്രഹണി പിടിച്ച പിള്ളേരുടെ വയറൊഴിയുന്ന പോലെ അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതെ, പോട്ടെ, ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചിട്ട് വേണം ഷൂട്ടിങ്ങിന് പോകാൻ. ഈ വേഷത്തിലോ? TV കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന ഭാര്യയുടെ പരാതി. അതാ ഇവിടെ ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ്. വരട്ടെ. ബോബിച്ചോ, മരിക്കുന്നത് വരെ സർക്കാർ ജോലി നമ്മോടൊപ്പം ഉണ്ടാവും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ ഈ സീരിയൽ മാത്രമേ കാണൂ. വരട്ടെ. വേണ്ട, അമ്മയൊന്നും പറയണ്ട. കുറെ നാളായി അച്ഛൻ ഈ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. മാറ്, കൈവിട്, ഞാൻ പോവാ. വിട്. മോൻ പിണങ്ങിയാ പോയത്. അവന്റെ പ്രായം അതല്ലേ. ശമ്പളം കിട്ടിയ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാട് നമുക്കല്ലേ അറിയൂ. ധർമ്മം തന്ന് സഹായിക്കണ സാറേ, ഗതിയില്ലാത്തൊരഗതിയാണ്. ഇതാ സർക്കാർ മാതാവ് കടാക്ഷിച്ചു. പലിശ ഇനത്തിൽ 2000 കിട്ടി ബോധിച്ചു. ഇനി പിച്ച ഇനത്തിൽ എന്തെങ്കിലും സഹായിക്കണേ. കൊടുത്താലല്ലേ കിട്ടൂ. കടമായിട്ട് കുറച്ച് കാശ് കൂടി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മോനൊരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങാനാ. നോക്കട്ടെ, ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാത്ത ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ബഹുമാനം എനിക്ക് സാറിനോടുണ്ട്. KSRTC ഡ്രൈവറായി പോയില്ലേ? അല്ല സാറേ, ഇപ്പൊ 3-4 ഡ്യൂട്ടി ഒരുമിച്ചെടുത്ത ആളക്കൊല്ലികളാണ് കൂടുതലെന്ന് കേട്ട്. നേരാണ്. ഉറങ്ങിയ അപ്പ വിവരം അറിയില്ലേ? എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. അല്ല, അതെ, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. പലിശ 130. അതെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം. ഇല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ജാമ്യമെങ്കിലും നിൽക്കണം. ഉള്ളി സർക്കാർ സാർ കൊടുക്കൂല. പെട്രോൾ തീർന്നായിരുന്നു. പൊഴിച്ചപ്പോ ഓക്കെ. ഈ വണ്ടിയുടെ ഒക്കെ ഒരു കാര്യം വരുന്നുണ്ട്. ഇയാളിത് എവിടെ ആയിരുന്നോ? ഞാൻ എവിടെ ആയിരിക്കണം?
ഞങ്ങൾ പമ്പ് ഹൗസിൽ ചെന്ന് തിരക്കി. ഓഹോ ഒരു പമ്പ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഐ ആം ഇൻ ഡ്യൂട്ടി. അറിയോ, മോട്ടോർ ഓൺ ചെയ്താൽ അത് അവിടെ കിടന്ന് കറങ്ങും, ഞാൻ ഇവിടെ കിടന്ന് കറങ്ങും. ഇനി 7 മണിക്കൂർ കഴിഞ്ഞ് മോട്ടോർ ഓഫാക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അതവിടെ വർക്കഹോളിക്ക്, ഞാനിവിടെ ആൽക്കഹോളിക്ക്. ആട്ടെ, കോടതിയോ പോലീസ് സ്റ്റേഷനോ എവിടെയാ ഞാൻ ജാമ്യക്കാരനാവുണ്ട്? 11 മണിക്ക് കോടതിയിൽ എത്ര വന്നാ വക്കീല് പറഞ്ഞത്? ഓ, ഒരു കണ്ടീഷൻ മാത്രമേ ജാമ്യം ജാഫറിനുള്ളൂ. അഡ്വാൻസ് ബോട്ടിലായിട്ട് തന്നെ വേണം. അതാണ് എന്റെ വാട്ടീസ് അതോറിറ്റി. അതോ സർക്കാർ പിച്ച വിട്ട് അവന്റെ കയ്യിലെങ്ങാനും പെട്ടാവുണ്ടല്ലോ. നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുന്നവര് പോടാ, പോയിക്കെ രണ്ടുപേരും പോ. ജാമ്യം എടാ തെണ്ടി പിടിക്കാൻ വരുമ്പോ വണ്ടി ചതിക്കും. നിൽക്കൂലടാ. എടാ തെണ്ടി നിക്കടാ അവിടെ. നമ്മുടെ എന്റെ കയ്യിലാടാ മോനെ നീ. ആ ശിവരാമകൃഷ്ണൻ തന്നെ, മനസ്സിലായി. ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ലീവ് എടുക്കാനോ? പറ്റത്തില്ല. നോ 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 നോ, ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ഓഫീസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നോടാ കളി. എന്താടാ എന്തുവാടേ ഇത്? മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ, മുട്ടാതെ തുറന്നു. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ല, മുട്ടുവിൻ തൊഴിക്കപ്പെടുമെന്നാ. വേണ്ട. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒന്ന് ഒഴിക്കാൻ വന്നാ സാറേ. ഒഴിക്കാനോ? അല്ല, ഒന്ന് ഒളിക്കാൻ വന്നാ സാറേ. ഒരു കള്ള് ബോട്ടിൽ കിട്ടിയാൽ ചത്ത ആത്മാവിന് പോലും ജാമ്യം നിൽക്കും. ഇപ്പൊ ഈ ഓട്ടം അറസ്റ്റ് വാറണ്ടായി കാണുമല്ലേ? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും. പോയെ പോയെ പോയെ, വേറെ എവിടെങ്കിലും പോയി ഒളിക്ക്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മനസ്സിലായി. എനിക്ക് സാറിന്റെ വികാരം ശരിക്കും മനസ്സിലായി. എന്തോന്ന്? ഫെബ്രുവരിയിലെ ശമ്പള ദിവസം, ദിവസങ്ങൾ കുറഞ്ഞ മാസം, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പ്രിയപ്പെട്ട മാസം. എന്തൊരു ശുഷ്കാന്തി, എന്തൊരു കൃത്യനിഷ്ഠ. അച്ഛനോ? ഏത് വകുപ്പില്? ആ എനിക്കറിഞ്ഞൂടാ. പിന്നെ ആരാ? എന്റെ മോനല്ല സാറേ, സാറിന്റെ മോനാന്ന് തോന്നുന്നു. അതേ മുഖച്ചായ, നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നു. എന്റെ മോനും? അതെ. അച്ഛനോ? അമ്മ എന്നതിന് പകരം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചത്. ഇങ്ങനെ വിളിച്ച മുഖത്തിന്റെ ഷേപ്പും ചേഞ്ച് ആവും. ആ മാറുന്ന ചേഞ്ച് ഈ ധർമ്മപാത്രത്തിൽ പിച്ചയായിട്ട് ഇട്ടാ മതി. ഒരു ചേഞ്ച് ആർക്കാ സാറേ ഇഷ്ടമല്ലാത്തത്? നല്ല വാചകടിയാണല്ലോ. പോയെ പോയെ പോയെ, ഇവിടെ ഒന്നുമില്ല. ക്യാഷ് ആയിട്ടില്ലെങ്കിൽ കാർഡായാലും മതി, ഞാൻ ഉരച്ചു നോക്കിയിട്ട് തിരിച്ചു തരാം. ആഹാ, പോയെ. സാറേ, ആ പരമനാറിയുണ്ടല്ലോ ജാമ്യം ജാഫർ, സാർ അവനെ കാണണമെങ്കിൽ പറഞ്ഞേക്കും. എന്തെങ്കിലും അവന്റെ കയ്യിൽ വന്ന് പെടും. അന്ന് ഞാൻ അവന്റെ കുടലും മണ്ണുണ്ട്. എന്നോട് അവന്റെ കളി. ഉച്ച വെച്ച നാൾ മുതൽ നാണമില്ലല്ലോടോ. കണ്ട പിച്ചക്കാരനെ പോലും പേടിക്കണം. കഷ്ടം. ഒരുത്തിന് പലിശക്കാശിന് ജാമ്യം നിന്നാ സാറേ. ആ എണ്ണം കെട്ടവും മുങ്ങി. എന്നെ കൈ കിട്ടിയ ആ പിച്ച കോളനിയിലെ കുഷ്ഠരോഗികളെ കൊണ്ട് മസായ ഏൽപ്പിക്കുന്ന സാറേ ഇപ്പൊ പോയ പിച്ചത്തണ്ടിയുടെ ഭീഷണി. അച്ഛ ഹെൽമെറ്റ് വെച്ചു. അപ്പൊ ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസാ. മോളെ, ഈ ഹെൽമെറ്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കടക്കാരെയും പറ്റുകാരെയും കണ്ടാ മുങ്ങാം. അത്യാവശ്യം ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാൽ ഞാനത് കേൾക്കുകയില്ല. പിന്നെ നിന്റെ അമ്മയുടെ പരാതിയും പരദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെടാന്ന് നോക്കണ്ട. ഡേ മുകുന്ദേട്ടാ, 2 മാസമായി മോളുടെ ഡേ കെയറിലെ ഫീസ് കൊടുത്തിട്ട്. പിന്നെ അടുക്കളയിലാണെങ്കിൽ അരിയില്ല, പഞ്ചസാര ഇല്ല. തുടങ്ങി. ഇടി കാലത്ത് ഇല്ല ഇല്ല എന്നല്ല, എന്തെങ്കിലും ഐശ്വര്യമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിലിവിടെ അരി ഇല്ലായ്മയുണ്ട്, പഞ്ചസാര ഇല്ലായ്മയുണ്ട്. എന്താ ഐശ്വര്യായില്ലേ? മതി മതി. ദൈവമേ, ശമ്പളം കിട്ടുന്ന ദിവസം ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ 2 ദിവസത്തേക്കെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോകണമെന്ന് എന്റെ പ്രാർത്ഥന. ആർടി ഓഫീസിലെ തൂണിന് പോലും കൈക്കൂലി കിട്ടും. അത് വാങ്ങാൻ അറിയില്ലല്ലോ. ലക്ഷണം കണ്ടിട്ട് മൂത്തോൾ നിങ്ങളെ പോലെ സർക്കാർ സ്കൂളിലും പഠിച്ച് വല്ല സർക്കാർ ഉദ്യോഗസ്ഥ ആവാനാ സാധ്യത. പക്ഷെ എന്റെ ഈ പൊടിമോളുണ്ടല്ലോ, ഇവളെ ഞാൻ IT കാരിയാക്കും. IT കാർക്കൊക്കെ ഇപ്പൊ എന്താ ഡിമാൻഡ് എന്ന് അറിയോ? അച്ഛാ, പാൽക്കാരനും പത്രക്കാരനും വേസ്റ്റുകാരനും എല്ലാം പിരിവിനിറങ്ങിയിരിക്കയാ. അച്ഛന് ജീവൻ വേണമെങ്കിൽ ഈ ഹെൽമെറ്റ് വെച്ച് ഓടിപ്പോക്കോ. ഗവൺമെന്റിന്റെ പവർ കട്ട് പോലെയാ, കൃത്യസമയത്ത് നിങ്ങൾ എത്തിക്കോളും. ഈ മാസവും കാശ് കിട്ടാൻ നമ്മൾ കുറെ കഷ്ടപ്പെടും.
എന്താ താമസിച്ചത്? അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഓ, ഇന്ന് ശമ്പള ദിവസമാണല്ലോ. ആണ്ടിൽ ഒരിക്കലെത്തുന്ന മഹാബലിയെ പോലെ ഈ മാവേലി തമ്പുരാൻ ഇന്ന് കൃത്യമായി എഴുന്നള്ളും. അതെനിക്കറിയാമായിരുന്നു. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഇതെന്താ സത്രമാണെന്ന് കരുതിയോ? ദേ പറഞ്ഞേക്കാം, സത്യമായിട്ട് എനിക്ക് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാലത്ത് തന്നെ മാഡം നല്ല ചൂടിലാണല്ലോ. എന്തായാലും ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടേക്കാം. എവിടെയാ മെഷർമെന്റ് ഫയൽ? അതെവിടെ പോയി? ചേടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരുന്നതാണല്ലോ. ചിലപ്പോ ആ ബ്യൂറോയിൽ കാണും. മതി, കിടന്ന് ഉരുളണ്ട. ആ മെഷർമെന്റ് ഫയൽ അരമണിക്കൂറിനകം എന്റെ ഈ ടേബിളിൽ എത്തിച്ചിരിക്കണം. അയ്യേ, എന്തിന് അരമണിക്കൂർ? 5 മിനിറ്റിനകം ആ ഫയൽ ഇവിടെ എത്തിയിരിക്കും. ഗുഡ് മോർണിംഗ് മാവേലി മന്നൻ. ഗുഡ് മോർണിംഗ്. വല്ലാണ്ടങ്ങ് ചിരിക്കല്ലേ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മെഷർമെന്റ് ഫയല്, ഈ മെഷർമെന്റ് ഫയലൊക്കെ എവിടെ ഒളിച്ചിരിക്കുവാന്നോ? ശിവരാമകൃഷ്ണൻ സാർ പോണം. എന്തായി? ഒന്നിനെ ഞാൻ വളച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് നാക്കിട്ടടിക്കേണ്ടി വന്നു. ഒടുവിൽ ഞാൻ വരാമെന്ന് സമ്മതിപ്പിച്ചു. കലൂര് സ്റ്റാൻഡിന്റെ അടുത്ത വീട്. 26 വയസ്സേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞ കൊന്നു കളയുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരെണ്ണത്തിന് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം. സംഗതി കുശാല. അതെ, എന്റെ കരിമണിമാല എവിടെ? കൽക്കട്ട നെക്ലസ്, രാജസ്ഥാൻ മാല, ചക്രമാല, മുത്തുമാല എല്ലാം ഉണ്ട്. ഈ കരിമണിമാലയുടെ മാത്രം പുതിയ മോഡൽ ഒരു ജ്വല്ലറിയിലും എത്തിയിട്ടില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചാലുണ്ടല്ലോ. ദേ, അടുത്ത ആഴ്ച ഈ കഴുത്തിൽ ഒരു പുത്തൻ കരിമണിമാല തത്തിക്കളിച്ചിരിക്കും. ഇത് സത്യം. എന്റെ പൊന്നു ത്രേസ്യ, എന്നെ ഒന്ന് വിശ്വസിക്കുക. പ്യുവർ 916 ഹാൾമാർക്ക് 22 കാരറ്റ്. ഇല്ലെങ്കിൽ സംഗതിയുടെ ഗൗരവം അറിയാലോ. അറിയാം, വിശ്വാസം അതല്ലേ എല്ലാം. ത്രേസ്യയുടെ കാര്യം സോൾവ് ആയി. കരിമണിമാല ഇതിൽ ലൈനാണോ? നീ ഉദ്ദേശിക്കുന്ന ആ ലൈൻ അല്ല. അത് മനസ്സിലായി. സിംഗിൾ ഫേസ് അല്ല, 11 kV ലൈനാണ്. ഇനി ഒരു 3 മാസം കൂടി ഇതിനെ ഒന്ന് സഹിക്കണം. അപ്പൊ 6 മാസം വയറ് കണ്ട പറയത്തേ ഇല്ല. നിനക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവിടെ നിക്ക്, ഞാൻ ആ ശമ്പളം ഒന്ന് വാങ്ങിച്ചെടുക്കട്ടെ. ഇന്ധനം ഉണ്ടല്ലേ വണ്ടി ഓടുള്ളൂ. ചെല്ല് ചെല്ല്, ഇതെനിക്കുള്ള ഇന്ധനം. ഒരു ചായ കടിക്കാൻ ഒരുപാട്. സാറേ വന്ദനം. ഇതാരും മാഷോ? എന്നെങ്ങനെ മനസ്സിലായി? ഹെൽമെറ്റിന് സാറിന്റെ അതേ ഫേസ് കട്ട്. സാറേ, ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ പത്രം, പാല്, പച്ചക്കറി, പലവ്യഞ്ജനം, കേബിൾ TV, മീൻകാരൻ, അങ്ങനെ 100 കൂട്ടം മാസപ്പിരിവുകാരാ. അതിന്റെ ഇടയിലാ ഒരു പുതിയ അവതാരം, റിയാലിറ്റി ഷോ. ഇതല്ലേ എനിക്കുണ്ട് സാറേ. സിവിൽ സ്റ്റേഷനിലെ എനിക്ക് ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. ഭാര്യ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കുക മാസപ്പിരിവിനെ. ആഹാ, ഭാര്യക്ക് ഇത് തന്നെയാണോ തൊഴിൽ? ഈശ്വരാ, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഭാര്യയ്ക്ക് മാത്രമല്ല, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവർക്കും റിയാലിറ്റി ഷോ ആണ് ഉപജീവന മാർഗം. ചാനലുകാര് സീരിയൽ വിട്ട് റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ സ്റ്റേജ് വിട്ട് ചാനലിലേക്ക് വന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ചാനലിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലോഡ് കുട്ടികളെ മത്സരിക്കുന്നത്. സാറിന് അറിയുമോ അത്? സാറിന്റെ മോളിപ്പോ 7ാം റൗണ്ട് എത്തിയിരിക്കില്ലേ? ഇനി SMS മോളെ രക്ഷിച്ചോളൂ. അതിന് ഞാൻ തന്നെ കാശിറക്കണോ? എന്താ സാറേ, സാറിന്റെ മോളുടെ പണി എന്താ? വോട്ട് തണ്ടുക. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കൊക്കെയാ? മൊബൈൽ കമ്പനിക്കാർക്കും ചാനലുകാർക്കും. പിന്നെ സാറിന്റെ മുഖ്യ യോഗം ഉണ്ട്, ഒരു ഫ്ലാറ്റും കിട്ടും. അവക്ക് ഫ്ലാറ്റ് കിട്ടുന്നതിന് ഞാൻ ഫ്ലാറ്റ് ആകും. സാറ് ഫ്ലാറ്റ് ആയാലും എന്താ സാറേ, ഫ്ലാറ്റ് കിട്ടിയാ പോരെ? സാറി എന്റെ ശമ്പളം കഴിഞ്ഞ മാസത്തേയും കുടിശ്ശിയുണ്ട് കേട്ടോ. എപ്പോഴും അതെ, ശമ്പളം ചോദിക്കാൻ അന്നേരം എവിടെ നേരം ഒരു കോള് കയറി വരും. ഹലോ, ആരാ? മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കല്ലൂർ ജംഗ്ഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനാണ് മിസ്റ്റർ. എന്താ കാര്യം? നിങ്ങൾ ആരാ? നേരിൽ പറയാം. ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. എത്രയും പെട്ടെന്ന് കല്ലൂർ ജംഗ്ഷൻ എത്തണം. ഓക്കെ? ഹലോ. നീയോ? നീ എന്താ ഇവിടെ? ഞാനാണെന്ന് പറഞ്ഞാൽ നീ വരത്തില്ല, അതുകൊണ്ടാണ് ശബ്ദം മാറ്റി വിളിച്ചത്. ഇതെന്താ, ഒന്നെടുത്തപ്പോ ഒന്ന് ഫ്രീ കിട്ടിയതാണോ? രണ്ടുപേരും ഒരേ യൂണിഫോമിൽ. അട്ടെ, എന്തിനാ വിളിച്ചത്? അതെ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമില്ല. അതെ, ഒരു 2000 രൂപ എടുക്കാനുണ്ട്. 1000 രൂപയാണേലും മതി. 1000 പോയിട്ട് 500 പോലും നീക്കി വെക്കാനില്ല. ആണല്ലോ, അതാണ് ഇപ്പൊ തന്റെ പ്രശ്നം. എങ്കിൽ താൻ ധൈര്യമായി ഞങ്ങളോടൊപ്പം വന്നു. എവിടേക്ക്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ട്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആണല്ലോ, അതെ. എങ്കിൽ ഞങ്ങളുടെ കാലടികൾ പിന്തുടരൂ, അല്ലേ സാറേ? അതെ, തന്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്നോടെ തീരും.
ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ RNP പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിന്റെ മീറ്റിംഗ് സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഈ RNP എന്ന് വെച്ചാൽ പഴയ മണീച്ചൻ പോലുള്ള പരിപാടിയല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മൾ രണ്ടുപേരെ ചേർക്കുന്നു. ഒരാളെ വലത്തിടുന്നു, മറ്റേയാളെ ഇടത്തിടുന്നു. ഇടത് കാല് വലത് കാല്, വലത് കാല് ഇടത് കാല്. ആ കാലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈയും കെട്ടി നോക്കി ഇരുന്നാച്ചാ മതി. അതെ, ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അതിന്റെ കമ്മീഷൻ ചെക്കായോ DD ആയോ നമ്മുടെ കയ്യിലെത്തിയിരിക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മാസാവസാനം ലോകാവസാനം പോലെയാണല്ലോ. മാസം ആദ്യം തന്നെ മൂന്ന് സാറിന്റെ ലോകാവസാനം. അതറിയോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടി ഉണ്ടെങ്കിലേ അന്തസ്സോടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ശിവരാമകൃഷ്ണൻ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ? പത്രങ്ങളിലും ടിവിയിലും നമ്മൾ പല വാർത്തയും കാണുന്നതല്ലേ? 100% വിശ്വസിക്കാം. എല്ലാം വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. ആണോ? മാസം നല്ലൊരു തുക ഇപ്പൊ തന്നെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അത് ശരി. അറിയാം. സാമ്പത്തിക മാന്ദ്യത്തിൽ ഫ്യൂസ് അടിച്ചു പോയ കോർപ്പറേറ്റ് ജോലിക്കാർ പോലും ഇപ്പൊ ഇതിലാ കണ്ണു വെച്ചിരിക്കുന്നത്. മൂന്തൻ സാറേ, നമ്മള് സർക്കാർ ജീവനക്കാരെ അങ്ങനെ അങ്ങ് മണ്ടന്മാരാക്കാൻ പറ്റും? നമ്മൾ ഏതാ മുതലുകള്? ഈ കാണാൻ പോകുന്ന പൂരം എന്തിനാ കൂടുതൽ പറയുന്നത്? നീ വാ. ഞാൻ പുത്തൻപുരയിൽ പത്മനാഭപിള്ള പൂ പാപ്പി എന്ന് എന്നെ ബഹുമാനിക്കുന്നവർ വിളിക്കും. മറ്റു ചില കോടീശ്വരന്മാരെ പോലെ തന്നെ ഒരു നേരം ഭക്ഷണമില്ലാതെ മാറ്റി ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയവനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, ഇന്ന് എനിക്ക് ഒരു മാസം ചുമ്മാ പഷ്ണി കിടക്കണമെങ്കിൽ പോലും വേണം ലക്ഷങ്ങൾ. രൂപയ്ക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും വില കൂടി. ജീവിതം ബഡ്ജറ്റിന്റെ കള്ളുകളിൽ ഒതുക്കേണ്ടതല്ല. നിങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് മണിയാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പ്ലീസ് പ്ലീസ്. തൊലി വെളുപ്പിന്റെ മേമ്പൊടി ചേർത്ത പരസ്യമുണ്ടെങ്കിൽ ഏത് പാഷാണവും പലഹാരമാകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കമ്പോള സംസ്കാരം. നമ്മുടെ പ്രോഡക്റ്റിൽ കച്ചവടക്കാരൻ എന്ന ഇടനിലക്കാരനില്ല. ഇത് വിറ്റ് കിട്ടുന്ന ലാഭവിഹിതം മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ളതാണ്. അമേരിക്കയിലും മറ്റും ബലൂൺ മുതൽ BMW വരെ വിറ്റഴിക്കുന്നത് ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഗീർവാണ പ്രസംഗമല്ല, പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഭവസ്ഥർക്ക് ഈ വേദി പങ്കിടാം. എന്റെ പേര് ഡേവിഡ് സാമുൽ, സ്വദേശം കോട്ടയം. ഞാനൊരു അധ്യാപകനായിരുന്നു. എന്റെ വീട് ജപ്തി ചെയ്യപ്പെട്ടു. മകളുടെ പഠിത്തവും അപ്പച്ചന്റെ ചികിത്സാ ചെലവുമായി ഞാൻ തീർത്തും കടക്കാരനായി മാറുകയായിരുന്നു. ആത്മഹത്യ മാത്രമായിരുന്നു അപ്പോൾ ഞാൻ മുന്നിൽ കണ്ട മാർഗം. പക്ഷേ ഞാൻ RNBയിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയുണ്ടായി. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എന്റെ കഠിന പ്രയത്നവും ആശ്രാന്ത പരിശ്രമവും കൊണ്ട് ഈ കഴിഞ്ഞ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 4,55,000 രൂപയാണ്. എന്റെ ഭാര്യയ്ക്കും ചില അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടാനുണ്ട്. അവളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് മറിയാമ്മ ഡേവിഡ്, ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവതുല്യനാണ് ഈ ഇരിക്കുന്ന സർ. അതെ, മനുഷ്യരിലും ദൈവങ്ങളുണ്ട്. അതിന് ഏക ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന പൂപ്പു പാപ്പി സർ. കടം കൊണ്ട് മൂടിയപ്പോൾ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് ഈ പൂപ്പു പാപ്പി സർ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ സക്സസ്. ഏത് പാതിരാത്രിക്കും ഈ സാറിന്റെ ഫോൺ വന്നാൽ എന്റെ ഭർത്താവിന് ഒരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലേ സർ? സാറിന്റെ സംസാരം കേട്ടാൽ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ജീവിതത്തിന്റെ ചില അസന്നിഗ്ധ ഘട്ടങ്ങളിൽ നെഗറ്റീവ് എനർജി തോന്നുമ്പോൾ ഞാൻ ഉടനെ എന്റെ സാറിനെ വിളിക്കും, പോസിറ്റീവ് എനർജിക്ക് വേണ്ടി. ആ എനർജിയുടെ പിൻബലത്തിൽ ഈ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 3,20,000 രൂപ. തീർന്നില്ല.
എന്റെ ഈ സാറിനെ കുറിച്ച് ഇനിയും എനിക്ക് ഒരുപാട് അനുഭവ കഥകൾ നിങ്ങളോട് പങ്കിടാനുണ്ട്. ഒരു ദിവസം രാത്രി സാർ ഒരു മിനിറ്റ്. ക്ഷമിക്കണം, ഇനി 2 മീറ്റിംഗിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇതിൽ ചേർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗോൾഡൻ എക്സിക്യൂട്ടീവായി മാറിയ മിസ്റ്റർ ശിവരാമകൃഷ്ണന് ഈ മാസത്തെ പ്രോഫിറ്റ് ചെക്കിനോടൊപ്പം കമ്പനിയുടെ സ്പെഷ്യൽ സമ്മാനമായ ഒരു കാറും ഈ വേദിയിൽ വെച്ച് ഞാൻ സമ്മാനിക്കുകയാണ്. Come on, Mr. Shivaramakrishnan, please give me loud claps. സരി, സോറി, അവിടുന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് താമസിച്ചത്. പപ്പി പപ്പി ഒന്ന് നിൽക്കൂ. ദേ കണ്ടില്ലേ, പുതുപുത്തൻ ഇന്നോവ കാറും കമ്പനിയുടെ വക ഒരു കിറ്റും. അടുക്കളയിൽ വേണ്ട മസാലപ്പൊടി മുതൽ നിനക്കാവശ്യമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെ ഇതിനകത്തുണ്ട്. ഫ്ലവേഴ്സ്. MBA രജിസ്റ്ററും മെഷർമെന്റ് ഫയലും എടുക്കാൻ പോയ ആളല്ലേ? എന്നിട്ടോ ഓഫീസിൽ തന്നെ ഒരു സ്റ്റാഫിനെയും കൊണ്ട് മുങ്ങി. അല്ല, അത് പിന്നെ നിങ്ങൾ കാരണം ഓഫീസിൽ ഞാനാണ് കോമാളിയാവുന്നത്. മറ്റു സ്റ്റാഫുകളെ കമാൻഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതെ, ഗുമസ്തനും മേലുദ്യോഗസ്ഥനും ഒക്കെ അങ്ങ് ഓഫീസിൽ. ഇവിടെ നീ എന്റെ ഭാര്യയാണ്, ഓഫീസർ അല്ല. ഈ വൃത്തികെട്ട കോംപ്ലക്സ് ഇല്ലാതാക്കാൻ തന്നെയാ നിങ്ങളെ കൊണ്ട് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിക്കാൻ പെടാപ്പാട് അത്രയും പെട്ടത്. പക്ഷെ എന്ത് കാര്യം, ടെസ്റ്റിനെന്ന് പറഞ്ഞ് പോകും മുങ്ങാൻ. ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്ക് പറ്റിയ ജോലി മറൈൻ ഡിപ്പാർട്ട്മെന്റിലാ, കോസ്റ്റ് ഗാർഡ്. ഇഷ്ടം പോലെ മുങ്ങി കളിക്കാലോ. ലൈറ്റ് തെളിഞ്ഞു. ഇവിടെ ഇടിവെട്ടി, അവിടെ മിന്നലും അടിച്ചു, ദേ മണിയും അടിച്ചു. നിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ ഒരു തൊഴിലും ഇല്ലേ? ഫോൺ എടുത്താട്ടെ, ഫാദറിനെല്ലാം വെയിറ്റ് ചെയ്യുന്നു. അവൻ എത്തിയ മോളെ? എത്തി. നമ്മൾ സംശയിച്ചതുപോലെ തന്നെ മുങ്ങിയത് മീറ്റിംഗിനാ. വഴക്കൊന്നും വേണ്ട മോളെ, വെറുതെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. രാവിലെ ഞാൻ സംസാരിച്ചോളാം. ശരി അച്ഛാ. നീ കിടന്നോളൂ. നാളെ അതിരാവിലെ ഉപദേശികളഞ്ഞ് എത്തുമല്ലേ? എടി ഉവേ, ഞാൻ ഈ കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയാ? ദാ ഇത് കണ്ടില്ലേ, താഴേക്കടയിൽ നിന്ന് കോടീശ്വരന്മാരായ 8 പേരുടെ ജീവചരിത്രമാണ്. ജീവിതത്തിൽ അംബീഷൻ വേണം, അല്ലാതെ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന സർക്കാർ ശമ്പളം കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആ എണ്ണി കിട്ടിയ അപ്പം കൊണ്ട് തന്നെയാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതും ഈ നിലയിൽ എത്തിച്ചതും. അതന്തകാലം. ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ മക്കൾക്ക് മെഡിസിനും എഞ്ചിനീയറിംഗിനും കൊടുക്കുന്ന കോഴ കൊണ്ട് നാളെ കൊച്ചുമക്കളെ നഴ്സറിയിൽ പോലും ചേർക്കാൻ പറ്റത്തില്ല. അതിനുള്ള യോഗം ദൈവം നമുക്ക് തന്നിട്ടില്ലല്ലോ. മക്കളുണ്ടായാലല്ലേ കൊച്ചുമക്കൾ ഉണ്ടാവുള്ളൂ. നിനക്ക് ഫീൽ ചെയ്തല്ലേ? പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്നല്ലേ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അതിന്റെ ചർച്ചയിലേക്ക് കടന്നാലോ? കടിക്കാതെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക. പിന്നെങ്ങനെ കുഞ്ഞിക്കാലി കാണുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളു ദാമ്പത്യം, ശനിയാഴ്ച, സൺഡേ ഹോളിഡേ. പിന്നെങ്ങനെ ദാമ്പത്യ വല്ലരിയിൽ പൂവില്ല? ഏത് മോഡലാ? ഇത്രയും കൊല്ലമായിട്ട് എന്റെ മോഡൽ ഏതാന്ന് എനിക്കറിയില്ലേ? ഇതിന്റെ മോഡലും എഞ്ചിൻ പവറൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് ശിവരാമകൃഷ്ണന്റെ ഇതാ. ശിവരാമകൃഷ്ണൻ കാറ് വാങ്ങിച്ചു എന്ന് കേട്ടു. ഏതാ മോഡല്? അതെങ്ങനെ നീ അറിഞ്ഞു? ഇതേ SMS-ന്റെ കാല. മുകുന്ദേട്ടനെ അയാളുടെ ബിസിനസ് ചേരാൻ പോണെന്നൊക്കെ അറിഞ്ഞു. ഒന്നും എന്നോട് പറയില്ലല്ലോ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ഗാന്ധി തല വേണം. ഒരുപാട് കാശാവോ? ഇപ്പൊ തുടങ്ങിയ കമ്പനിയാ, കുറച്ച് കൂടുതൽ സൈറ്റ് എടുത്താൽ നല്ല കാശുണ്ടാക്കാം. ആദ്യം ചേരുന്നവർക്കാ ബെനിഫിറ്റ്. നമുക്ക് സ്വപ്നം കാണാനല്ലേ പറ്റുള്ളൂ. സർക്കാർ അനുവദിച്ചു വരേണ്ട പുതിയ സ്കെയിൽ, അതും നോക്കി ജീവിക്കാനാവും യോഗം. നന്നായി. അശ്വതി മോൾ ഒരു സ്കെയിലിന് വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എന്തോന്ന് സ്കെയിൽ? വരയ്ക്കാനേ. ചേട്ടന് പുതിയത് കിട്ടുമ്പോ പഴയത് മോൾക്കങ്ങ് കൊടുത്തേച്ചാ മതി. എടി പോത്തെ, ഞാൻ പേ സ്കെയിലിന്റെ കാര്യമാണ് പറഞ്ഞത്. ആണോ? ഇങ്ങനെ ഒരു കഴുത. 10,000, 20,000, 30,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം. കണക്ക് ശരിയാവും.
കണക്കെവിടെയാ പിഴച്ചത്? ശരിക്കൊന്ന് നോക്കിക്കളയാം. സർക്കിള്, ലെഫ്റ്റ് ലെഗ് 20,000, പിന്നീട് ഒരു 20,000, അടുത്ത 10,000, അത് 50,000, പിന്നെ 10,000 എവിടെ? പട്ടി 20,000. അപ്പം ടോട്ടല് എന്റെ നിഴലാണ്. ഞാൻ അനങ്ങുന്നില്ലല്ലോ, പിന്നെ എന്റെ നിഴൽ എങ്ങനെ അനങ്ങുന്നു? പേടിച്ചു പോയോ? ഇതൊരു മനക്കണക്കാ. ശാലിനി ടീച്ചർ എന്റെ അടിയിലായാൽ ശോശാമ്മ തോമസിനെ എന്ത് ചെയ്യും? എന്റെ മോളിലാക്കാന്ന് വെച്ചാ മൊത്തമായിട്ട് അങ്ങ് വീക്കാവും. MLM. ദേ ഫോൺ. ആ ലൈറ്റ് ഇട്ടല്ലോ. ഇവർക്ക് ഉറക്കമില്ലേ? ഫോണെട. ടോട്ടൽ 3 ലക്ഷം. ഈശ്വര, ഒരു കാലെങ്കിലും ഒന്ന് ഒത്തു കിട്ടണേ. ഇതാര, അച്ഛനും അമ്മയോ? എപ്പോ വന്നു? കുറച്ചേരായി. കാലത്തന്നെ എങ്ങോട്ടാ? ഇരയെ പിടിക്കാൻ. ശിവേട്ടനിപ്പോ പല്ലിയുടെ ജന്മ, നാക്കുകൊണ്ട് ഇരയെ പിടിക്കൽ. എന്താ നിനക്ക് പറ്റിയത്? മര്യാദക്ക് ഓഫീസിലും പോകാതെ ഇതും കൊണ്ടെങ്ങനെ ജീവിക്കാമെന്നാണോ ഉദ്ദേശം? സർക്കാർ കാര്യം മുറ പോലെ എന്നാണല്ലോ, അതവിടെ നടന്നോളും. ഇനി ഏതായാലും അച്ഛനും അമ്മയും ഓട്ടോ പിടിച്ച് കഷ്ടപ്പെടണ്ട. അതെന്താ? പോർച്ച് കിടക്കുന്നുണ്ടില്ലേ പുത്തൻ കാറ്? എത്ര ലക്ഷത്തിന്റെ മുതലാന്നറിയാവോ? കണ്ടു. ഇതൊരു പാമ്പും കോണിയും കളിയാ. ഇതിന്റെ വരും വരായകളെ കുറിച്ച് വല്ലതും നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരു റിസ്കും ഇല്ല. അച്ഛൻ ഇതിന്റെ സൂത്രം അറിയാഞ്ഞിട്ടാ. ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മളെ ഇടത്തും വലത്തും ഓരോ കാലിൽ നമ്മൾ ഓരോരുത്തരെ റെക്കമെൻഡ് ചെയ്യുന്നു. കാലോ? അച്ഛന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം. വളരെ ഈസിയാണ്. ഇതാണ് ഡെമോ ഷീറ്റ്. ദാ ശ്രദ്ധിച്ചു കേട്ടോണേ. ഇതിപ്പോ നമ്മൾ ചേരും. ഇത് ഇടത് കാൽ, ഇത് വലത് കാൽ. ദാ ഇതിന്റെ താഴെ. മതി മതി മതി. വാചകം അടിച്ച് അച്ഛനെ കൂടെ വീഴ്ത്താനുള്ള ശ്രമം ഇത്. റിട്ടയർഡ് ലൈഫിൽ ഇരുന്നുണ്ണാനുള്ളൊരു മാർഗമാ. ഇരുന്നുണ്ണാനല്ല, എരന്നുണ്ണാൻ. കേട്ടില്ലേ? ഒരു പ്രോത്സാഹനവും ഇല്ല, ഒരു പുഷ്. അല്ലെങ്കിൽ തന്നെ ഭാര്യ എന്ന നിലയ്ക്ക് എന്നാ ഇവളെനിക്ക് സ്നേഹം തന്നിട്ടുള്ളത്? കലണ്ടറിലെ ശനിയാഴ്ച കോളത്തിൽ ഒതുങ്ങുന്ന ഞങ്ങളുടെ ദാമ്പത്യം പോലും അറിയോ? അയ്യോ, തുടങ്ങി. ഇതൊക്കെ അച്ഛനമ്മയും പലതവണ കേട്ടതാ. ഭാര്യ ജോലിക്കാരിയാകുമ്പോ നീയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കാലത്ത് എഴുന്നേറ്റാൽ ഒരു കൈ സിങ്കിലെ പാത്രത്തില്, ഒരു കൈ കുക്കിംഗ് സ്റ്റവില്, ഒരു കൈ ചെരുവേല്. അടുക്കളയിലെ താണ്ടവും കഴിഞ്ഞ് ഒരുവിധം കുളിച്ചൊരുങ്ങി ബസ്സിലും തൂങ്ങി വേണം ഓഫീസിലെത്താൻ. പപ്പി, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. സർക്കാർ ഓഫീസാ, എന്തിനാ ആവശ്യമില്ലാത്ത ആത്മാർത്ഥത? ഭരിക്കുന്ന സർക്കാരിനോ വകുപ്പ് മന്ത്രിക്കോ ഇല്ലാത്ത അർപ്പണബോധം. 2 തവണ അബോർഷൻ ആയപ്പോൾ ഡോക്ടർ ആന്റി പ്രത്യേകം പറഞ്ഞതാ ഓവർ സ്ട്രെയിൻ പാടില്ലെന്ന്. ഒരു വേലക്കാരിയെ നിർത്താൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ. ജസ്റ്റ് എ മിനിറ്റ്, എന്റെ ഫോണാ. ഹലോ? അയ്യോ ആണോ? എന്റെ ഈശ്വര, ഞാൻ ഇപ്പൊ വരാം. എന്ത് പറ്റി? ശോശാമ്മയുടെ വലത് കാലിന് ഗ്രോത്ത് ഇല്ല. എന്താ, പോളിയോ ബാധിച്ചോ? അതല്ല അച്ഛാ, ആ എസ്പിറ്റിലെ ശോശാമ്മയുണ്ടല്ലോ, അവരുടെ വലത് കാലിന് വളർച്ചയില്ല. മഹാഭാഗ്യം പോലെ ഇടത് കാലം ഓക്കെയാണ്. ഈ വലത് കാല് സ്ട്രോങ് അല്ലെങ്കിൽ MLM-ന്റെ. എന്നാ പിന്നെ ഞാൻ ശോശാമ്മയൊന്ന് കണ്ടേച്ച് വരാം. ഒരു പ്രോത്സാഹനവും ഇല്ല.